നമ്മുടെ ലൈവിൽ ഇപ്പോൾ അനുമോള് അവിടെ എന്തൊക്കെയോ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. ഗ്രാൻഡ് ഫിനാലയുടെ മാർക്ക് പോയിൻറ്റ്സ് എഴുതി വെക്കുകയാണ് വലിയ കോളമൊക്കെ വരച്ചിട്ട്. ശരിക്കും ആ ബോർഡിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബിഗ് ബോസ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരുടെയും പേരൊക്കെ വെച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോൾക്ക് കൺഫ്യൂഷൻ ആയോ? ആകെപ്പാടെ കിളി പറഞ്ഞ അവസ്ഥയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂട്ടിയും കുറച്ചിട്ടൊക്കെ ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് നൂറൊക്കെയാണ് ടോപ്പ്, 130 പോയിൻറ്റ്സും നിനക്ക് 29 ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നേ 100 ടിക്കറ്റ് ഫിനാലെ തൂക്കുമെന്ന്. എന്നിട്ട് ആര്യൻ അങ്ങോട്ട് തിരിയുമ്പോൾ ആര്യനെ ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നുണ്ട്. എന്തായാലും ആര്യനും ഒരു പേടിയുണ്ട്. 100 നല്ല കട്ടയ്ക്ക് നിൽക്കുവാണ്. 100 ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയും ടാസ്കുകൾ വരാനുണ്ട്. ഇനിയും പോയിൻറ്റ്സുകൾ മാറി മറിയാം. ആര് വേണമെങ്കിലും മുൻപിൽ വരാം. അപ്പോൾ അവരത് പുറത്ത് വന്നിരുന്ന ഓരോ പോയിൻറ്റ്സൊക്കെ ബോർഡിൽ നോക്കിയിട്ട് പോയിൻറ്റ്സൊക്കെ വായിക്കുകയാണ്. അതുപോലെ അക്ബർ പറയുന്നുണ്ട് ഇതേപോലെ ഇങ്ങനത്തെ എൻഡുറൻസ് ടാസ്ക് ഇങ്ങനെയൊക്കെ തരാതെ എന്തെങ്കിലും അനങ്ങാതിരുന്ന് ചെയ്യാനുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ. അക്ബറിനെ കൊണ്ടൊന്നും ഈ ടാസ്ക് ഒന്നും ഭയങ്കരമായിട്ട് കളിക്കാൻ പറ്റത്തില്ല. അക്ബറിനൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ മാറിയിരിക്കുക, അങ്ങനെ കിടക്കുക, അങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ അക്ബറിനെ കൊണ്ട് പറ്റത്തുള്ളൂ. പിന്നെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ക്ഷീണമായി. എല്ലാവരും പലയിടത്തായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ശേഷം നമ്മുടെ അനുമോള് സൗമാൻ്റെ അടുത്ത് ഈ ടിക്കറ്റ് ഫിനാലയുടെ ഗെയിമിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ സൗമാൻ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പാടായിരുന്നു, എനിക്ക് കുത്തണമായിരുന്നു, എനിക്ക് ശരിയായില്ല, എൻ്റെ അത് കറക്റ്റായിരുന്നു. സൗമാൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കുറച്ച് ഹൈറ്റിലായിരുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും ഫിക്സ് ചെയ്ത് കൊടുത്തു. സൗമാൻ അത് ഫിക്സ് ചെയ്ത് കൊടുത്തില്ല ബിഗ് ബോസ് കറക്റ്റായിട്ട്. അത് ആദ്യമേ തന്നെ പറഞ്ഞു. പക്ഷേ സൗമാൻ അത് പറഞ്ഞ് നിൽക്കാൻ അറിയത്തില്ല, അതങ്ങോട്ട് ഓപ്പണായിട്ട് പറയാൻ അറിയത്തില്ല. അതിനുശേഷം അനുമോള് റൂമിൽ കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണെന്ന് തോന്നി എന്തൊക്കെയോ സാധനങ്ങളെടുത്ത് നമ്മുടെ സൗമാന് കൊടുക്കുന്നുണ്ട്.